മാറ്റ് ബസ്ബിയുടെ കീഴിൽ ഉയർത്തെഴുന്നേറ്റ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് ഫുട്ബോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അതേസമയം അവരുടെ ബദ്ധവൈരികളായ ലിവർപൂൾ തകർച്ചയുടെ വക്കിലായിരുന്നു. പുതിയ ഒരു പരീക്ഷണത്തിനൊരുങ്ങിയ ലിവർപൂൾ ബിൽ ഷാങ്ലിയെ തങ്ങളുടെ പുതിയ മാനേജറെ നിയമിച്ചു. മത്സരത്തിന് മുമ്പ് തന്നെ എതിർ ടീമിലെ കളിക്കാരെയും മാനേജർമാരെയും മാനസികമായി തളർത്തുന്ന ഷാങ്ലി ലിവർപൂളിന് പഴയ പ്രതാപം തിരിച്ചെത്തിച്ചു. ഒരിക്കൽ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ഒരു നിർണായക മത്സരം വന്നു. തൻ്റെ ടീമിനേക്കാൾ കരുത്തരും ഫാൻസുമുള്ള യുണൈറ്റഡിനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞ ഷാങ്ലി ഒരു മൈൻഡ് ഗെയിം ഇറക്കി. യുണൈറ്റഡ് നിരയിലെ ക്യാപ്റ്റനും ഏറ്റവും മികച്ച താരവുമായ ബോബി ചാൾട്ടനെ മത്സരത്തിന് 2 ദിവസം മുമ്പ് മീറ്റ് ചെയ്തു. നിന്നെ കണ്ടിട്ട് നല്ല ക്ഷീണിതനാണല്ലോ, അസുഖമാണോ എന്നൊക്കെ ചോദിച്ച് ബോബി ചാൾട്ടനെ സമ്മർദ്ദത്തിലാക്കി. വറീഡായ ചാൾട്ടൺ മെഡിക്കൽ ചെക്കപ്പിനായി മത്സരത്തിൽ നിന്നും വിട്ടുനിന്നു. ക്യാപ്റ്റൻ്റെ അഭാവത്തിൽ നിലതെറ്റിയ യുണൈറ്റഡിനെ ഷാങ്ലിയുടെ ലിവർപൂൾ അനായാസമായി തന്നെ തോൽപ്പിച്ചു. ഒരു മിഡ് ടേബിൾ ടീം എന്ന പേര് മാറിവരുന്ന സമയമായിരുന്നു അന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. 2 പതിറ്റാണ്ടായുള്ള യുണൈറ്റഡിൻ്റെ ആധിപത്യം തീർക്കാനും സിറ്റിയുടെ ഇറയ്ക്ക് തുടക്കം കുറിക്കാനും വേണ്ടി റോബർട്ടോ മാൻചിനിയെ മാനേജറാക്കി. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ബ്രില്യൻസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഡൊമസ്റ്റിക് കപ്പുകൾ നേടിക്കൊടുത്തു. പക്ഷേ മാൻചിനിയുടെ കണ്ണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന കനക കിരീടത്തിലായിരുന്നു. 2012 സീസൺ ഫോട്ടോ ഫിനിഷിലേക്ക് അടുക്കുമ്പോൾ ലീഗ് ടേബിളിൽ യുണൈറ്റഡും സിറ്റിയും തമ്മിൽ കനത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും യുണൈറ്റഡ് ലീഡ് ഉയർത്തുകയും ചെയ്തു. ടൈറ്റിൽ ഏറെക്കുറെ നഷ്ടമാവുമെന്ന ഒരവസ്ഥ വന്നപ്പോൾ മാൻചിനി തൻ്റെ അവസാനത്തെ അടവ് പുറത്തെടുത്തു. കണ്ണിൽ കണ്ട എല്ലാ പ്രസ് മീറ്റിലും കയറി യുണൈറ്റഡ് ആണേ സ്ട്രോങ്, യുണൈറ്റഡ് ഓൾറെഡി കപ്പടിച്ച് ഞങ്ങൾക്കിനൊന്നും ചെയ്യാനില്ലേ എന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അദ്ദേഹത്തിനൊപ്പം ഫുട്ബോൾ ലോകവും ഒരേ സ്വരത്തിൽ ഇത് ഏറ്റുപിടിച്ചു. കാര്യങ്ങൾ മാൻചിനി വിചാരിച്ച പോലെ തന്നെ നടന്നു. ഞങ്ങൾ ഓൾറെഡി കപ്പടിച്ചില്ലേ, ഇനി എന്തിനാ 100% എഫേർട്ട് ഇട്ട് കളിക്കേണ്ടത് എന്ന യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് യുണൈറ്റഡിന് തന്നെ വിനയായി. പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ യുണൈറ്റഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയും സിറ്റി ഒരു അൺബീറ്റൺ റണ്ണ് തന്നെ നടത്തുകയും ചെയ്തു. QPRുമായുള്ള അവസാന ലീഗ് മാച്ചിൽ 93-ാം മിനിറ്റിൽ അഗ്യൂറോയുടെ വളരെ പോപ്പുലറായ ആ ഗോളിൽ ഗോൾ ഡിഫറൻസ് അടിസ്ഥാനത്തിൽ സിറ്റി തങ്ങളുടെ ആദ്യ ലീഗ് കിരീടം നേടി. ബാഴ്സയിലായിരിക്കുമ്പോൾ മൊറീഞ്ഞോയുടെ മൈൻഡ് ഗെയിമിന് ഒരുപാട് തവണ ഇരയായതുകൊണ്ടാവണം സിറ്റിയിൽ പെപ് ഗാർഡിയോള മൈൻഡ് ഗെയിമിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. 2019 ലീഗ് ടൈറ്റിൽ ഏറെക്കുറെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ അവസാനത്തെ അടവായി ഒരു ബുദ്ധി പ്രയോഗിച്ചു. സീസൺ തീരാൻ 3 മാസം ബാക്കിയുള്ളപ്പോൾ ടേബിൾ ടോപ്പിലുള്ള ലിവർപൂളിനേക്കാൾ 7 പോയിന്റ് കുറവായിരുന്നു സിറ്റിക്ക്. മികച്ച ഫോമിലുള്ള ലിവർപൂൾ ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യില്ലെന്ന് എല്ലാവരും കരുതി. പക്ഷേ പെപ് ഗാർഡിയോള ഒരു പ്രസ് മീറ്റിൽ ലിവർപൂളിനെ കുറിച്ച് സംസാരിച്ചു. അവർ അവരുടെ ഡ്രീം അച്ചീവ്മെൻറ്റിന് തൊട്ടരികെയാണ്. അത് 29 വർഷങ്ങൾക്ക് ശേഷം ലീഗ് നേടാൻ ലഭിച്ച അവസരം തന്നെയാണ്. ലോകത്തെമ്പാടുമുള്ള ലിവർപൂൾ ആരാധകർ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഒരുപാട് പേരുടെ സ്വപ്നവും സന്തോഷങ്ങളും ഇപ്പോൾ ഈ ടീമിന് മേലെയാണ്. ഒറ്റ നോട്ടത്തിൽ ഈ പറഞ്ഞതൊക്കെ ലിവർപൂൾ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പെപ്പ് ഉദ്ദേശിച്ചത് അവർക്ക് മേൽ സമ്മർദ്ദം എന്ന വൻഭാരം കയറ്റിവെക്കലായിരുന്നു. അത് ഫലിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ അവർ പ്രഷർ താങ്ങാനാവുകയും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിലൂടെയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ഇതേ സമയം സിറ്റി പതുക്കെ ട്രാക്കിൽ കയറാൻ തുടങ്ങി. സീസൺ അവസാനിക്കുമ്പോൾ ലിവർപൂളിനേക്കാൾ 1 പോയിന്റ് കൂടുതൽ നേടി പെപ്പിൻ്റെ സിറ്റി ലീഗ് ടൈറ്റിൽ നേടിയെടുത്തു. സർ അലക്സ് ഫെർഗൂസൺ എതിർ ടീമുകളെ മാത്രമല്ല റഫറിമാരെ വരെ സമ്മർദ്ദത്തിലാക്കിയ ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ റഫറികൾ ചെയ്യുന്ന ചില മണ്ടൻ ഡിസിഷൻസ് എടുത്തു പറയുകയും അതുവഴി അവരെ അണ്ടർ പ്രഷറിലാക്കുകയും ഫെർഗൂസൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. സ്റ്റോപ്പേജ് ടൈമിൽ സൈഡ് ലൈനിൽ നിന്ന് റഫറിയോട് വാദിക്കുകയും യുണൈറ്റഡിന് അനുകൂലമായി കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്തിരുന്നു. ലിവർപൂൾ മാനേജറായിരുന്ന റാഫ ബെനിറ്റസ് ഒരിക്കൽ പറയുകയുണ്ടായി, ഗ്രൗണ്ടിൽ മാത്രമല്ല ഓഫ് ദ ഫീൽഡിലും ഫെർഗി ടാക്ടിക്സ് മേനെയുമുണ്ടായിരുന്നു എന്ന്. 2008-2009 സീസണിൽ മികച്ച റൺ നടത്തിക്കൊണ്ടിരുന്ന ലിവർപൂളിനെ ഒറ്റ കമൻറ്റ് കൊണ്ട് തകർത്തിരുന്നു ഫെർഗി. അന്ന് ലിവർപൂളിന് കൂടുതൽ പെനാൽറ്റികൾ അനുവദിക്കുന്നുണ്ടെന്നും അവർ ചെയ്യുന്ന ഫൗളിന് അർഹമായ കാർഡുകൾ ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. പക്ഷേ അതിനുശേഷം കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന ലിവർപൂളിനെയാണ് കണ്ടത്. ലീഗ് ടൈറ്റിലും നഷ്ടമായി. അലക്സ് ഫെർഗൂസനെ വരെ മൈൻഡ് ഗെയിമിൽ തകർത്തെറിഞ്ഞ ആളാണ് മൗറിഞ്ഞോ. ഈ ടോപ്പിക്കിലെ ഗോട്ട് എന്ന് തന്നെ പറയാം. താൻ ബാഴ്സയിലായിരിക്കുമ്പോൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി മൗറിഞ്ഞോയുടെ മൈൻഡ് ഗെയിമാണെന്നാണ് പെപ് ഗാർഡിയോള പറഞ്ഞത്. മൗറിഞ്ഞോയുടെ ചെൽസിയിലേക്കുള്ള 2ാം വരവിൽ അദ്ദേഹം ആഴ്സൺ വെംഗറുമായി കൊമ്പ് കോർത്തിരുന്നു. മൗറിഞ്ഞോയുടെ ഓവർ ഡിഫൻസീവ് ടാക്ടിക്സിനെ പരസ്യമായി കളിയാക്കിയും
അതൊരു മോശം ഗെയിം പ്ലാൻ ആണെന്നും തൻ്റെ കളിക്കാരിൽ വിശ്വാസമില്ലാതെ പേടിച്ചു കളിക്കുകയാണെന്നുമൊക്കെ വെങ്ങർ മീഡിയകളോട് തുറന്നടിച്ചു. ഇതിനെക്കുറിച്ച് മൗറിഞ്ഞോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 8 വർഷമായി ഒരു ട്രോഫി പോലും നേടാതെ സ്പെഷ്യലിസ്റ്റ് ഓഫ് ഫെയിലറായ ഒരു വ്യക്തിയാണോ തന്നെ വിമർശിക്കുന്നത് എന്നാണ്. ആഴ്സണലിൽ അദ്ദേഹം ഒരു ബാധ്യതയാണെന്ന് മൗറിഞ്ഞോ ഓർമ്മപ്പെടുത്തി. ആ സീസണിൽ തന്നെ ആഴ്സൺ വെങ്ങറിനെ ആഴ്സണൽ സാക്ക് ചെയ്തു.